ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടെ വേറൊരാളും ഒരുക്കം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ആ വാ വാ. എല്ലാം നന്നായിട്ടുണ്ട്. ഏട്ടൻ തിരിച്ചു വന്നത് നന്നായി. ഏട്ടത്തിയുടെ ഒറ്റപ്പെടലൊന്ന് അവസാനിക്കുമല്ലോ. ഓ, അവക്കിപ്പോ ഒറ്റയ്ക്ക് നടന്നാലും ഇരട്ടയ്ക്ക് നടന്നാലും ഒരുപോലെ തന്നെയാ. സൂര്യയുടെ വരവ് കൊണ്ട് കൽപ്പനയുടെ സ്വഭാവം മാറാനൊന്നും പോകുന്നില്ല. അങ്ങനെ അങ്ങനെ പറയല്ലേ മുത്തശ്ശി. ഏട്ടനോട് പറഞ്ഞ് ഞാൻ അവരുടെ ജീവിതം ഒന്ന് സെറ്റാക്കും. നോക്കിക്കോ. നീ ഒരു കാര്യം പറഞ്ഞ് അതിന് ബുദ്ധിമുട്ടാൻ തീരുമാനിച്ചാല് വേറെ ആര് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. നീ അതൊന്ന് ചെയ്തു നോക്ക്. അവന്റെ മനസ്സിനൊരു സന്തോഷം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. ആ അതെ, ഒരു കാര്യം ചെയ്യ്. സൂര്യ തന്ന ഡ്രസ്സോ ആഭരണങ്ങളോ ഒക്കെ ഒന്ന് അണിഞ്ഞിട്ട് വന്നേ. അയ്യോ, അത് പറ്റില്ല മുത്തശ്ശി. അത് വരുൺ വന്നിട്ട് വരുണിനെ കാണിച്ചിട്ട് വരുൺ പറഞ്ഞിട്ട് ഞാൻ ചെയ്യാം. ഓ, ഉടനെ തന്നെ അവളുടെ ഭർതൃഭക്തി തുടങ്ങി. ഓ, ഇതൊക്കെ അണിഞ്ഞിട്ട് എനിക്ക് നിന്നെ ഒന്ന് കാണാനാ. അതുകൊണ്ടാ ഞാൻ ഈ പറയുന്നേ. വേണ്ട മുത്തശ്ശി. ഒരു സമ്മാനം കിട്ടിയാ അത് അപ്പൊ തന്നെ ഇട്ട് നോക്കണം നിർബന്ധമുണ്ടോ? കുറച്ച് കഴിഞ്ഞിട്ടായാലും മതിയല്ലോ. എന്നാ പിന്നെ പോയി ചെയ്യാൻ പറഞ്ഞാ ചെയ്യ്. അല്ലാതെ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിക്കരുത്. മുത്തശ്ശി, മുത്തശ്ശിക്ക് കാണാനല്ലേ. സൂര്യ അവന്റെ പെങ്ങക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നതൊക്കെ നല്ലതാണോ അല്ലയോ എന്ന് ഞാനൊന്ന് കാണട്ടെ. പോയിട്ട് വാ. ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം. പാവം കുട്ടി. ചെറിയമ്മേ, എങ്ങനെയുണ്ട്? ഹലോ ഹലോ. ഞാനൊരു കാര്യം പറഞ്ഞ കൽപ്പനയ്ക്ക് ഇത് വിഷമാവോ? എന്താ? കൽപ്പനയുടെ സൗന്ദര്യത്തെ കുറിച്ച് സത്യത്തിൽ സൂര്യക്ക് ഒന്നും അറിയില്ല. ഡ്രസ്സും ആഭരണങ്ങളെന്നൊക്കെ പറയുമ്പോ നമുക്കുള്ള സൗന്ദര്യം കുറച്ചുകൂടി കൂട്ടേണ്ടതല്ലേ? ആ ഒരു സെലക്ഷൻ സൂര്യക്ക് അറിയില്ല. പിന്നെ ഇത് കൊള്ളാം, വിലയൊക്കെ കേൾക്കുമ്പോ ഗംഭീരായിരിക്കും, അത്രേ ഉള്ളൂ. അയ്യോ, ഞാൻ കൽപ്പനയുടെ മുഖം വാടാൻ പറഞ്ഞതല്ല കേട്ടോ. ഒരു കാര്യം ഒരാള് ചോദിച്ചാ എന്താണോ സത്യം, ഞാനത് വെട്ടി തുറന്നു പറയും. എന്നു മുതലാ ഉർവശി പുതിയ ശീലമൊക്കെ? അല്ല, ഈ ഡ്രസ്സിലും ആഭരണങ്ങളിലൊക്കെ നീ കണ്ട കുഴപ്പം എന്താണെന്ന് എനിക്കോടൊന്ന് പറഞ്ഞതാ. അതെ ഏട്ടത്തി, ഞാൻ പറഞ്ഞതേ കൽപ്പന നമ്മുടെ വീട്ടിലെ ഏറ്റവും സുന്ദരിയായ പെണ്ണല്ലേ. അതിനിവിടെ ആർക്കും സംശയമൊന്നുമില്ലല്ലോ. കൽപ്പന സുന്ദരിയ, അതിസുന്ദരിയ. സൂര്യ കൊടുത്ത സമ്മാനങ്ങൾ കൊടുത്തപ്പോ എന്റെ മോള് കുറച്ചും കൂടി സുന്ദരിയായതേ ഉള്ളൂ. എന്തിനാ ഉർവശി സ്വന്തം മക്കളോട് പോലും ഇങ്ങനെ അസൂയ കാണിക്കുന്നേ? എനിക്കെന്താ സൂയ? മോളെ കൽപ്പനെ, ഡ്രസ്സും ആഭരണങ്ങളും ഒക്കെ മോൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. എന്ത് സുന്ദരിയായിരിക്കുന്നു ഇപ്പോ. എന്താ നോക്ക്, ഒരാളെ ഒരുങ്ങി നിൽക്കുന്ന കണ്ടില്ലേ? സത്യത്തിൽ ഇതൊക്കെ വാങ്ങിക്കുമ്പോ എനിക്ക് നല്ല പേടിയായിരുന്നു, കൽപ്പനയ്ക്ക് ചേരോ ഇല്ലേന്ന്. ബട്ട് കൽപ്പന, ഇറ്റ് റിയലി സ്യൂട്ട്സ് യു. യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. പക്ഷേ നിന്റെ ചെറിയമ്മയ്ക്ക് ഇതൊന്നും അത്ര പിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഉർവശിയെ ഞാനങ്ങ് കൊണ്ടുപോവാ. നിങ്ങൾ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു ഇരിക്കേ. പോരുന്നില്ലേ ഉർവശി? അതോ ഇനി എന്തെങ്കിലും കുറ്റവും കുറവൊക്കെ പറയാനുണ്ടോ? അയ്യോ, ഞാനൊന്നിനുമില്ലേ. ആ, എന്നാ വാ.
ഹലോ. ഉം. എനിക്ക് തന്നെ വല്ലാതെ മിസ് ചെയ്തിരുന്നു. തനിക്കോ? എനിക്ക് അങ്ങനെ ഇല്ലാതിരിക്കൂ. സൂര്യക്ക് അവിടെ ഓഫീസ് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഇങ്ങോട്ട് പോരാൻ ഞാൻ എപ്പോഴേ പറഞ്ഞേനെ. ഇനി എന്തായാലും കുറച്ച് നാളത്തേക്ക് എനിക്ക് വേറെ ഒരു കമ്മിറ്റ്മെന്റ്സും ഇല്ല. സോ നമ്മൾ ഇനി ജീവിതം ആരംഭിക്കാൻ പോവാം. സൂര്യ, എന്താ അമ്മേ? അതെ, ഇവിടെ വേറൊരാളും ഒരുക്കം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ആ, വാ വാ.